നമസ്കാരം. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ തർക്കം പതിവായ പെരുമ്പാവൂർ ബഥേൽ സുലോക പള്ളിയിൽ ഇന്നലെ ആരംഭിച്ച സംഘർഷത്തിന് ആയവില്ല. കോടതി വിധി അനുകൂലമായിട്ടും പള്ളിയിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്ന ഓർത്തഡോക്സ് വിഭാഗം ഇന്നലെ രാവിലെ 11 മണിയോടെ പള്ളിയിൽ പ്രവേശിച്ചതാണ് ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത്. പല വാഹനങ്ങളിലായി എത്തിയ 40ഓളം വരുന്ന ഓർത്തഡോക്സ് വിഭാഗം വിശ്വാസികൾ വികാരി എൽദോസ് കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പള്ളി അങ്കണത്തിൽ പ്രവേശിക്കുകയായിരുന്നു. ഇവർ പൂമുഖത്തെത്തിയെങ്കിലും ആരാധന നടക്കുന്ന പള്ളിക്കകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. ഈ സമയം ദേവാലയത്തിനകത്ത് യാക്കോബായ വിഭാഗം വാതിലുകൾ അടച്ചിട്ട് പ്രാർത്ഥനയിലായിരുന്നു. ഇതോടെ ഇരു വിഭാഗത്തിലും പെട്ട ആളുകളും മതിലിന് പുറത്തുള്ള പന്തലിൽ തടിച്ചുകൂടി. തുടർന്ന് മതിലിന് പുറത്തെ പന്തലിലും പള്ളിയിലും ചെറിയ തോതിൽ വാക്കേറ്റവും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. SP ഹേമലത, DYSP PG വേണു എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘത്തിന്റെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് കൂട്ടത്തല്ല് ഒഴിവായത്. കോടതി വിധിയിലൂടെ തങ്ങൾ അവകാശം സ്ഥാപിച്ച ദേവാലയത്തിൽ നിന്നും ഇനി പുറത്തിറങ്ങില്ല എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് വിഭാഗം. എന്ത് സംഭവിച്ചാലും പള്ളി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിഭാഗവും ഉറച്ചു നിൽക്കുന്നു. രാത്രി വൈകിയും ഇരു വിഭാഗവും പള്ളിയിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ യാക്കോബായ വിശ്വാസികൾ കുർബാന നടത്തിയിട്ടുണ്ട്. ഓർത്തഡോക്സ് പക്ഷത്തെ പോളികാർപ്പസ് മെത്രാപ്പൊലീത്തയും 50ലേറെ വരുന്ന വിശ്വാസികളും പള്ളിക്ക് പുറത്തെ പന്തലിൽ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടെ ഓർത്തഡോക്സ് വിഭാഗം കാത്തോലിക്ക പള്ളിയിൽ എത്തുമെന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതോടെ നിലവിലെ സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുമെന്ന സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനിടെ തങ്ങളുടെ വിശ്വാസികൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കുന്നത് പോലീസ് തടയുകയാണെന്നും മറുവിഭാഗത്തിന് പള്ളിയിൽ പാചകം ചെയ്യുന്നതിന് പോലും അധികൃതർ അനുമതി നൽകിയിരിക്കുകയാണെന്നും ഓർത്തഡോക്സ് പക്ഷത്തെ തോമസ് പോൾ റമ്പാൻ വ്യക്തമാക്കി. പള്ളി പരിസരം പൂർണ്ണമായും പോലീസ് വലയത്തിലാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ സംഘർഷമുണ്ടായാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങരുതെന്ന് പോലീസിനും നിർദ്ദേശമുണ്ടെന്നാണ് വിവരം.